പണ്ടു പണ്ട് സുന്ദരമായ ഒരു വീട്ടിൽ അമ്മു എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നു. അമ്മു മിടുക്കിയായിരുന്നു. പക്ഷെ അവൾക്ക് സാധനങ്ങൾ അടുക്കി വെക്കാൻ വലിയ മടിയായിരുന്നു. സ്കൂൾ വിട്ടു വന്നാൽ ബാഗ് ഒരിടത്ത്, ഷൂസ് മറ്റൊരിടത്ത്, പുസ്തകങ്ങൾ കട്ടിലിൽ. ഇതായിരുന്നു അവളുടെ രീതി. ഒരു ദിവസം രാത്രി അമ്മുവിന് പെട്ടെന്ന് ഉറക്കം ഞെട്ടി. അപ്പോൾ മുറിയിലൊരു നീല വെളിച്ചം കണ്ടു. അവൾ അത്ഭുതത്തോടെ നോക്കി. അവളുടെ മുറിയിലെ സാധനങ്ങളെല്ലാം ജീവൻ വെച്ചിരിക്കുന്നു. തറയിൽ കിടന്നിരുന്ന പുസ്തകം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, "അയ്യോ, എന്റെ പുറം വേദനിക്കുന്നു. അമ്മു എന്നെ ഷെൽഫിൽ വെച്ചിരുന്നെങ്കിൽ എന്തു സുഖമായിരുന്നു." അപ്പോൾ മൂലയിലിരുന്ന ചൂലു പറഞ്ഞു, "എനിക്ക് നടക്കാനേ വയ്യ. ഈ മുറി നിറയെ പൊടിയാണ്. അമ്മു എന്നെയൊന്ന് എടുത്തിരുന്നെങ്കിൽ." മേശപ്പുറത്തിരുന്ന പെൻസിൽ സങ്കടത്തോടെ പറഞ്ഞു, "എന്റെ കൂർപ്പ് പോയി. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല." ഇതെല്ലാം കേട്ട് അമ്മുവിന് വലിയ സങ്കടം തോന്നി. തന്റെ പ്രിയപ്പെട്ട സാധനങ്ങൾ വിഷമിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ മെല്ലെ എഴുന്നേറ്റ് പുസ്തകങ്ങളോട് പറഞ്ഞു, "ക്ഷമിക്കണം, ഇനി ഞാൻ നിങ്ങളെ നോവിപ്പിക്കില്ല." പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അമ്മ കാണുന്നത് അത്ഭുതകരമായൊരു കാഴ്ചയാണ്. അമ്മു നേരത്തെ എഴുന്നേറ്റ് വീട് മുഴുവൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. സാധനങ്ങളെല്ലാം അതാതതിന്റെ സ്ഥലത്തിരിക്കുന്നു. വീട് സന്തോഷം കൊണ്ട് ചിരിക്കുന്നതുപോലെ അമ്മുവിന് തോന്നി. സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതിലാണ് യഥാർത്ഥ മാന്ത്രിക വിദ്യ ഉള്ളതെന്ന് അമ്മു മനസ്സിലാക്കി. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ കഥകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഏതുതരം കഥകളാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യൂ.